ഷാരോൺ വധക്കേസിൽ കുറ്റക്കാരായി കണ്ടെത്തിയവരുടെ ശിക്ഷയിൽ വാദം തുടങ്ങി. ആവശ്യങ്ങൾ രേഖാമൂലം എഴുതി നൽകിയിട്ടുണ്ട് പ്രതി ഗ്രീഷ്മ. അമൽ ടെനബർമിൻ വിവരങ്ങളുമായി കോടതിയിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, വിശദമായ വാദം കേൾക്കൽ ഉണ്ടാകുമോ? തന്റെ ആവശ്യങ്ങൾ എന്തായാലും ഓപ്പൺ കോർട്ടിൽ പറയാതെ രേഖാമൂലം എഴുതി നൽകുകയായിരുന്നു ഗ്രീഷ്മ എന്നുള്ളതാണ് അറിയുന്ന ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങൾ എന്താണ്? അമൽ, കേൾക്കാമോ? അനന്തകൃഷ്ണൻ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അനന്തൻ, ഈ ഷാരോൺ കേസിൽ ഇപ്പോൾ വിശദമായ വാദം നൽകുന്നത് ശിക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മാധു, ഷാരോൺ വധക്കേസിൽ ഈ ശിക്ഷ സംബന്ധിച്ചുള്ള വാദത്തിന്റെ നടപടികളിലേക്കാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര കോടതി കടന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും സ്വാഭാവികമായ നടപടിക്രമം എന്ന നിലയ്ക്ക് പ്രതിയോട് ആണ് കാര്യങ്ങൾ കോടതി ചോദിക്കുക. ഗ്രീഷ്മ പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് എഴുതി തയ്യാറാക്കി കോടതിക്ക് നൽകുകയായിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് താൻ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്, തനിക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. ഈ ബിരുദാനന്തര ബിരുദം അടക്കം നേടിയതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ ഗ്രീഷ്മ കോടതിയിൽ ഹാജരാക്കി. ഈ രേഖാമൂലം നൽകിയ ആവശ്യങ്ങൾ കൂടാതെ അതിനൊപ്പം തന്നെ 24 വയസ്സ് മാത്രമേ തനിക്ക് പ്രായമുള്ളൂ, മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നും ഗ്രീഷ്മ പറയുന്നുണ്ട്. അതിനോട് കൂട്ടിച്ചേർത്ത് ഗ്രീഷ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണം എന്നുള്ളതാണ്. ഈ പ്രോസിക്യൂഷൻ്റെ മറുവാദം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്, അതായത് പ്രതിഭാഗത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കോടതി ആദ്യം കേട്ടത്. അതിൽ ഗ്രീഷ്മ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും തുടർന്ന് പഠിക്കണമെന്നുള്ള ആവശ്യവും അതിനൊപ്പം തന്നെ തൻ്റെ പ്രായക്കുറവും തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള കാര്യവുമാണ്. അത് തന്നെയായിരിക്കും സ്വാഭാവികമായും ഗ്രീഷ്മ ഉന്നയിക്കുക എന്നുള്ളത് അറിയാവുന്ന കാര്യവുമാണ്. കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ള പ്രധാനപ്പെട്ട വാദം ഇപ്പോൾ പ്രതിഭാഗം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്നു. ഇന്നലെ ആ രീതിയിൽ കേസിൻ്റെ ശിക്ഷാവിധിയിൽ വാദമുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ ഒരു ഉത്തരം പ്രോസിക്യൂട്ടർ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിരുന്നില്ല. അക്കാര്യം ആലോചിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുമായിട്ടൊക്കെ ആലോചിച്ച് തീരുമാനിക്കും ശിക്ഷ ഏത് രീതിയിൽ വേണം എന്നുള്ള വാദം മുന്നോട്ട് വെക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് ഇതിനെ പരിഗണിക്കണം എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ അത് ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണം എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് പ്രോസിക്യൂഷൻ പോകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത്.